ഇന്ന് ദന്തക്ഷയം അഥവാ പല്ല് പോട് എന്ന രോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ രാജ്യത്തും ലോകത്തും മനുഷ്യകുലത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളിൽ ഒന്നാണ് ദന്തക്ഷയം അഥവാ ഡെൻ്റൽ കാരീസ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദന്തക്ഷയത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. ദന്തക്ഷയം ഉണ്ടാകുന്നത് നമുക്കറിയാം, നമ്മൾ എപ്പോൾ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലും കഴിക്കുന്നൊരു ശീലമുള്ളവരാണ്. ഒരു ദിവസം തന്നെ 5-6 തവണ ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവരാണ് നാം. വായിൽ 400-ൽ പരം ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ അധിവസിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ദഹന പ്രക്രിയയ്ക്കും ഉപാപചയ പ്രക്രിയയ്ക്കും സഹായിക്കുന്ന ബാക്ടീരിയകളും ഹാനികരമായ ബാക്ടീരിയകളും ഉണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ് ദന്തക്ഷയത്തിന് പ്രധാനമായും കാരണമാകുന്നത്. നാം കഴിക്കുന്ന ആഹാരത്തിൽ പല്ലുകൾ ചവച്ചിറക്കുമ്പോൾ കുറേ ഭാഗം പല്ലുകളിലും വായുടെ പല ഭാഗങ്ങളിലും ഒട്ടിപ്പിടിക്കുന്നതിന് കാരണമാകുന്നു. ഈ ഭക്ഷണാവശിഷ്ടങ്ങളിൽ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകൾ പ്രതിപ്രവർത്തിച്ച് പ്രത്യേകതരം ആസിഡ് ഉണ്ടാക്കുകയും ഈ ആസിഡാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ അവയവമായ പല്ലുകളെ നശിപ്പിക്കുന്നത്. തുടക്കത്തിൽ ചെറിയ കുത്തോ പോടോ ഒക്കെ ആയിട്ടാണ്, വളരെ ചെറിയ കറുത്ത കുത്തായിട്ടാണ് ദന്തക്ഷയം പല്ലുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. പലപ്പോഴും ഈ ഘട്ടത്തിൽ നാം തിരിച്ചറിയുന്നേയില്ല. പിന്നീട് അങ്ങോട്ട് കലശലായ വേദനയും നീറ്റലുമൊക്കെ വരുമ്പോഴാണ്, പഴുപ്പൊക്കെ വരുമ്പോഴാണ് ദന്തക്ഷയത്തെക്കുറിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നമ്മൾ അറിയുന്നത്. എന്നാൽ വായ മാസത്തിലൊരിക്കലെങ്കിലും സ്വയം തുറന്ന് പരിശോധിച്ച് കഴിഞ്ഞ് നാക്ക് 4 ഭാഗത്തേക്ക് മാറ്റി, നമുക്ക് നാക്ക് 4 ഭാഗത്തേക്ക് കവിൾ ഭാഗത്തേക്കും അണ്ണാക്ക് ഭാഗത്തേക്ക് മാറ്റി വായ കണ്ണാടിക്ക് മുന്നിൽ പോയി സ്വയം പരിശോധിക്കുകയാണെങ്കിൽ വായിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കറുത്ത കുത്തുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദന്തക്ഷയത്തിന് ഏറ്റവും പ്രധാന പ്രതിവിധി എന്ന് പറയും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുക എന്നതാണ്. ആദ്യഘട്ടത്തിൽ ദന്തക്ഷയം കണ്ടെത്തുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫില്ലിംഗ് നടത്തി പല്ലുകളെ പൂർണ്ണമായും സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ദന്തക്ഷയം പലപ്പോഴും പല്ലിൻ്റെ ഇനാമലിനെയല്ല, തൊട്ടടുത്ത ഡെൻറ്റിനെയും പൾപ്പിനെയും ബാധിക്കുമ്പോൾ കലശലായ വേദന വരികയും പഴുപ്പും പ്രശ്നങ്ങളും രൂപാന്തരപ്പെടുന്നു. ഈ ഘട്ടത്തിൽ നമുക്ക് പല്ലുകളെ സംരക്ഷിക്കണമെങ്കിൽ റൂട്ട് കനാൽ ചികിത്സ നടത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ദന്തക്ഷയം തടയുന്നതിന് നല്ല ദന്തപരിപാലന ശീലങ്ങൾ അനുവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ശാസ്ത്രീയമായ ബ്രഷിംഗ് രീതി അനുവർത്തിക്കുക എന്നതാണ് ദന്തരോഗം വരാതെ നമുക്ക് സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധി. രാവിലെ ഭക്ഷണത്തിന് മുൻപും രാത്രി ഭക്ഷണത്തിന് ശേഷവും ശരിയായ രീതിയിലുള്ള ബ്രഷിംഗ് അനുവർത്തിക്കുക. എപ്പോൾ ഭക്ഷണം കഴിച്ചാലും വായ നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ബ്രഷിംഗ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളെല്ലാവരും രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് ശാസ്ത്രീയമായ രീതിയിലല്ല. ബ്രഷിംഗ് രീതി എന്ന് പറയുന്നത് താഴെ നിന്നുള്ള പല്ലുകൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലും മോണയും ചേരുന്ന ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്കും, മുകളിൽ നിന്നുള്ള പല്ലുകൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലും മോണയും ഭാഗം താഴെ ഭാഗത്തേക്കും എന്ന രീതിയിലാണ് ബ്രഷ് ചെയ്യേണ്ടത്. പലപ്പോഴും ശക്തിയായിട്ട് നമ്മൾ പല്ല് തേക്കുകയാണ് പതിവ്. അങ്ങനെ ആകുമ്പോൾ 40 വയസ്സാകുന്നതോടുകൂടി നമ്മുടെ പല്ലുകളുടെ ചുവട് നല്ല തേയ്മാനവും അതുവഴി പുളിപ്പും പല്ലുകളുടെ നാശത്തിനും കാരണമാകുന്നു. ഇങ്ങനെ പലപ്പോഴും ശരിയായ ബ്രഷിങ്ങിൻ്റെ അഭാവം കൊണ്ട് പല്ലുകൾ നാശത്തിലേക്ക് കാരണമാകുകയാണ്. ബ്രഷിങ്ങിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് മോണയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ മോണ മസാജ് ചെയ്യുക എന്നത്. ബ്രഷിങ്ങിന് ശേഷം 2-3 മിനിറ്റ് സമയമെടുത്ത് മോണയൊക്കെ മസാജ് ചെയ്ത് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും. ശാസ്ത്രീയമായ ബ്രഷിംഗ് സമയം എന്ന് പറയുന്നത് 3 മിനിറ്റ് മാത്രമാണ്. ബ്രഷിങ്ങിനായിട്ട് പേസ്റ്റ് എടുക്കുമ്പോൾ പേസ്റ്റ് ബ്രിസിൽസിലേക്കൊന്ന് അമർത്തി വയ്ക്കുന്നത് നന്നായിരിക്കും. നമുക്ക് 3 തരം ബ്രഷുകളാണ് വിപണിയിൽ ഉള്ളത്. സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നിങ്ങനെയാണ്. ആരോഗ്യമുള്ളൊരു വ്യക്തിക്ക് മീഡിയം ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നതായിരിക്കും ഉചിതം. ദന്തക്ഷയം തടയുക വഴി നമുക്ക് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം മാത്രമല്ല, ശരിയായ ആരോഗ്യ സംരക്ഷണത്തിന് കൂടി വളരെ പ്രധാനമാണ് ദന്തക്ഷയം തടയുക എന്നത്. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പല്ലും ഹൃദ്രോഗം, ആമാശയരോഗം, ത്വക്കുരോഗം തുടങ്ങി മറ്റ് ശരീരാവയവങ്ങളെ കൂടി ബാധിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ദന്തക്ഷയം, മോണരോഗമൊക്കെ തന്നെ കുട്ടികളിൽ വിഷാദരോഗവും മുതിർന്നവരിൽ അൽഷിമേഴ്സിനുമൊക്കെ കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദന്തക്ഷയം തടയുന്നതിന് നല്ല ദന്തപരിപാലന ശീലങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ അനുവർത്തിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്.